വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ലെങ്തി ആയിട്ടുള്ള കുറച്ചധികം രാജ്യങ്ങളിലൂടെ കയറി ഇറങ്ങിയിട്ടുള്ള ഒരു യാത്രയിലോട്ടാണ് കടക്കുന്നത്. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ UAE വഴി യൂറോപ്പ്, നോർഡിക് രാജ്യങ്ങളിലൂടെ ഒന്ന് അടുത്ത 2 ആഴ്ച വിസിറ്റ് ചെയ്ത് വരാൻ പോവുകയാണ്. എന്തിനാണെന്നല്ലേ അതുകൂടി ഞാൻ പറയാം. അപ്പോൾ എനിക്ക് UAEയിലെ മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് MBZUAE എന്നുള്ള 2019 സ്ഥാപിതമായിട്ടുള്ള അബുദാബി ഗവൺമെന്റ് കീഴിലുള്ള AI റിസർച്ച് കോഴ്സുകളും AI അണ്ടർ ഗ്രാജുവേറ്റ് മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് ഒക്കെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ വേൾഡിലെ AIക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി ഫൗണ്ട് ചെയ്യപ്പെട്ട ഫസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് MBZUAE എന്നാണ് പറയുന്നത്. അപ്പോൾ MBZUAEയിൽ ഒരു കൗൺസിലേഴ്സ് വീക്കെൻഡ് നടക്കുന്നുണ്ട്. അതിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റുഡൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളെ അവർ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു 2 ദിവസം മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകും. അപ്പോൾ അവർ ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള സ്കോളർഷിപ്സ് ഈവൻ UG AI പ്രോഗ്രാംസിനും PGക്കൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ പറയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മുടെ സ്റ്റുഡൻസിന്, എൻ്റെ ഓഡിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഭാവിയിൽ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഇതിലൂടെ അൺലോക്ക് ചെയ്ത് കിട്ടിയേക്കാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ വിശേഷങ്ങൾക്ക് നിങ്ങൾ കാത്തിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ക്യാമ്പസ് എന്നുള്ള വിശേഷണം കാര്യങ്ങളൊക്കെ ഞാൻ പോകുന്ന വഴിയെ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കാം. പരമാവധി അതൊരു വീഡിയോയിൽ പകർത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം. ഓക്കെ, ആൻഡ് UAE പോകുന്ന സമയത്ത് നമ്മൾ XY സ്റ്റുഡൻസിന്റെ ഫാമിലി മീറ്റപ്പ് ദുബായിലും അബുദാബിയിലും പ്ലാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ ഷഫീർ സാർ, ബാസിൻ സാറൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്, ഹവാസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ദുബായിൽ വെച്ചൊരു വർക്ക്ഷോപ്പ്, കരിയർ ഡിസൈൻ വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ ഈവനിങ് 6 o'clock ഒരു 1.5 hours. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സ്കിൽസ് എന്നറിയില്ല, എന്താണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്നറിയില്ല, എവിടെ പോയി പഠിക്കണം എന്നറിയില്ല, അല്ലെങ്കിൽ അതിലൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹാൻഡ്സ് ഓൺ ആയിട്ട് ക്ലിയർ ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ് ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വർക്ക്ഷോപ്പിലോട്ട് താല്പര്യമുള്ള ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാം. ലിങ്ക് ഞാൻ താഴെ നൽകുന്നതാണ്. അതിനുശേഷം യൂറോപ്പിലോട്ട് നേരെ ദുബായിൽ നിന്ന് ഹെൽസിങ്കിയിലോട്ടാണ് പോകുന്നത്. ഹെൽസിങ്കി ഫിൻലാൻഡിലാണ്. അതിനുശേഷം കുറച്ച് രാജ്യങ്ങൾ കൂടി വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. പ്രൈമർലി പോകുന്നത് സ്ലഷ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് കോൺക്ലേവ് ഉണ്ട്. അതിന് കേരളത്തിൽ നിന്ന് 10 സ്റ്റാർട്ടപ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അതിൻ്റെ ഒരു ഇന്റർനാഷണൽ ഡെലിഗേഷന്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിനൊന്നാവാൻ XY ലേണിംഗിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ XY ലേണിംഗിനെ പ്രതിനിധീകരിച്ച് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഇന്റർനാഷണൽ ഡെലിഗേഷന്റെ ഭാഗമായിട്ടാണ് സ്ലഷിലോട്ട് പോകുന്നത്. സ്ലഷ് എന്നുള്ളത് വേൾഡിലെ വളരെ അടിപൊളിയായിട്ടുള്ള ഒരുപാട് സ്റ്റാർട്ടപ്സും ഇൻവെസ്റ്റേഴ്സും ഒക്കെ പങ്കെടുക്കുന്ന ഒരു 2 day കോൺഫറൻസ് ആണ്. ഫിൻലാൻഡിലെ ഹെൽസിങ്കിയിൽ വെച്ചാണ് നടക്കുക. സ്ലഷ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയാ, ഒരു ഐസിന്റെ ഒരു വകഭേദമാണ് സ്ലഷ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ്, ഒരു കൈൻഡ് ഓഫ് 0 degree ക്ലൈമറ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഫിൻലാൻഡ് എന്നുള്ളത് ഒരുപാട് കാര്യങ്ങളായിട്ട് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു രാജ്യമാണ്. കാരണം നമുക്കറിയാം ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഫിനിഷ് സിസ്റ്റം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം എന്താണ് അവരെ സ്പെഷ്യലാക്കുന്നത്? അവിടെയുള്ള ആളുകളെ മീറ്റ് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിസിറ്റിലൂടെ കുറച്ചും കൂടി ഇൻസൈറ്റ്സ് ആസ് എ പേഴ്സൺ എനിക്ക് കിട്ടും, എനിക്ക് ഒരുപാട് ലേണിങ്സ് ഉണ്ടാവും എന്നുള്ളതാണ് കരുതുന്നത്. അപ്പം അങ്ങനെ കുറച്ച് കറങ്ങി തിരിച്ച് നാട്ടിലെത്തണം എന്നാണ് കരുതുന്നത്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഈ രാജ്യങ്ങളിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിൻലാൻഡിലുള്ള UAEയിലുള്ള ആളുകൾ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യുക. നമുക്ക് എന്തായാലും നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഫിൻലാൻഡിൽ യൂറോപ്പിലൊക്കെ ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ട്, ഫിൻലാൻഡിലോ സ്വീഡനിലോ ഒക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പ്ലീസ് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പിങ് ചെയ്യുക, നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, സോ താങ്ക്സ് ലോട്ട് ഫോർ ഹിയറിംഗ്. നമുക്ക് ബാക്കി വിശേഷങ്ങൾ, ഇതിൻ്റെ എല്ലാ വിശേഷങ്ങളും ഞാൻ പങ്കുവെക്കാം. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് വഴിയെ കാണാം. വീഡിയോസ് ചിലപ്പോൾ ഫ്രീക്വൻസി കുറച്ച് കുറവായിരിക്കും, എന്നാലും തിരിച്ചു വരും. ഓക്കെ.